പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്നേ ദിവസം പഠിക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച രക്തരഹിത വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവവും ലാറ്റിൻ അമേരിക്കൻ പ്രക്ഷോഭവും ഒക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് റഷ്യൻ വിപ്ലവം. ലോകത്ത് ഉണ്ടായ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. കാറൽ മാർക്സിന്റെയും എംഗ്ലസിന്റെയും ആശയപ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് നടന്ന ആദ്യ വിപ്ലവമായിരുന്നു റഷ്യൻ വിപ്ലവം. അതുകൊണ്ട് തന്നെ ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അഥവാ സോഷ്യലിസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതാണടാ? റഷ്യൻ വിപ്ലവമാണ്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റഷ്യയുടെ പരമ്പരാഗത ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. തുടർന്ന് വിപ്ലവത്തിലേക്ക് ആരംഭിച്ചാലോ? യെസ്. റഷ്യയിലെ ആദ്യ നിവാസികൾ എന്ന് പറയുന്നത് സ്ലാവ് വംശജരായിരുന്നു. സ്ലാവ് നിവാസികൾ. ഈ സ്ലാവ് എന്ന വാക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിക്കും കേട്ടോ. റഷ്യയിലെ ഭരണാധികാരികളെ സംബന്ധിച്ചിട്ട് എപ്പോഴും സാമുദായികമായി ഏകീകരിക്കുവാൻ ശ്രമം നടത്തുന്നവരാണ്. ഇപ്പോഴത്തെ ഭരണാധികാരി പുടിൻ ഉൾപ്പെടെ എപ്പോഴും വംശീയമായ ഏകീകരണത്തിന് ശ്രമിക്കുന്നവരാണ്. നമ്മൾ ഇനി അങ്ങോട്ട് ലോകമഹായുദ്ധങ്ങൾ പഠിക്കുമ്പോൾ സ്ലാവ് വംശജരുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ട് ലോകമഹായുദ്ധ കാലഘട്ടത്ത് റഷ്യൻ തുടക്കം കുറിച്ച പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോ റഷ്യയിലെ ആദ്യ നിവാസികൾ ആയിരുന്നു? ആര്? സ്ലാവ്. റഷ്യയില് ഭരണം നടത്തിയ രാജവംശമായിരുന്നു റൊമനോവ് രാജവംശം. ഈ റൊമനോവ് രാജവംശത്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് സാർ എന്നായിരുന്നു. അവിടെ ടി സൈലന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വാക്കുകൂടെ ഞാൻ ഉൾക്കൊള്ളിച്ചത്. TSAR, സാർ. സാർ ചക്രവർത്തിമാർ. സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരം എന്ത് പേരിൽ അറിയപ്പെട്ടു? ക്രെംലിൻ പാലസ് എന്നാണ് അറിയപ്പെടുക. ക്രെംലിൻ പാലസ്. ഞാൻ അതിന്റെ പേര് ക്രെംലിൻ എന്ന് മാത്രമേ ഉൾക്കൊള്ളിച്ചു. ഓക്കെ. അപ്പോ സാർ ചക്രവർത്തിമാരുടെ അഥവാ റൊമനോവ് രാജവംശത്തിന്റെ കൊട്ടാരം ക്രെംലിൻ എന്നാണ് അറിയപ്പെടുക. ക്രെംലിൻ പാലസ്. ഓക്കെ. സാർ പദവി ആദ്യമായി സ്വീകരിച്ച വ്യക്തി ഇവാൻ ഫോർ ആയിരുന്നു. ഇവാൻ നാലാമൻ. ഇവാൻ നാലാമനാണ് ആദ്യമായിട്ട് റഷ്യയില് സാമുദായിക ഏകീകരണത്തിന് തുടക്കം കുറിക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഭയങ്കരൻ എന്നാണ് വിളിക്കുക. അതായത് അവിടെ സാമുദായികമായി ഏകീകരിക്കുവാൻ തയ്യാറാകാത്ത എല്ലാവരെയും നിശ്ചിതമായി കൊന്നൊടുക്കി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഭയങ്കരൻ എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ. ദ ടെറർ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുക. അപ്പൊ സാർ പദവി ആദ്യമായി സ്വീകരിച്ച ഭരണാധികാരി ആരായിരുന്നു? ഇവാൻ ഫോർ ആയിരുന്നു. അദ്ദേഹത്തെ ദ ടെറർ അഥവാ ഭയങ്കരൻ എന്നാണ് വിശേഷിപ്പിക്കുക. ക്ലിയർ അല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ? റഷ്യയിലെ ആദ്യ നിവാസികൾ ആരാണ്? സ്ലാവാണ്. എപ്പോഴും സാമുദായിക ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ വാക്ക് കൃത്യമായി മനസ്സിലുണ്ടാവണം. നമ്മൾ ലോകമഹായുദ്ധത്തിലേക്ക് പഠിക്കുമ്പോഴും അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. റഷ്യയില് ഭരണം നടത്തിയ രാജവംശം റൊമനോവ്. റൊമനോവ് രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് സാർ എന്നായിരുന്നു. റൊമനോവ് രാജാക്കന്മാരുടെ കൊട്ടാരം ക്രെംലിൻ പാലസ്. സാർ പദവി ആദ്യമായി സ്വീകരിച്ച ഭരണാധികാരി ഇവാൻ ഫോർ ആയിരുന്നു. അദ്ദേഹത്തെ ഭയങ്കരൻ എന്നാണ് വിശേഷിപ്പിക്കുക. റഷ്യയിലെ പ്രാദേശിക കലണ്ടർ ആയിരുന്നു ജൂലിയൻ. കേട്ടോ. ഈ ജൂലിയൻ കലണ്ടർ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഏതാണ്? നിലവിലെ അന്തർദേശീയ തലത്തിൽ ഇപ്പോ റഷ്യ ഉൾപ്പെടെ കേട്ടോ, ലോകത്ത് നിലവിൽ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന കലണ്ടർ എന്ന് പറയുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഗ്രിഗോറിയൻ കലണ്ടർ. ഓക്കെ. എന്നാല് റഷ്യയില് പ്രാദേശികമായി ഉണ്ടായിരുന്ന കലണ്ടർ ആയിരുന്നു എന്ത്? ജൂലിയൻ കലണ്ടർ. മനസ്സിലുണ്ടാവണം കേട്ടോ. ഈ ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും എന്താ വ്യത്യാസം? ഒരു 13 മുതൽ 14 ദിവസത്തെ ഡിഫറൻസ് വരും ഓരോ മാസവും. 13 മുതൽ 14 ദിവസത്തെ ഡിഫറൻസിലായിരിക്കും ഓരോ ദിവസവും വരിക. അത് ചില മാസത്തിൽ 13 ആയിരിക്കും, ചില മാസങ്ങളിൽ 14 ആയിരിക്കും. ജൂലിയൻ കലണ്ടറിൽ 12 മാസം തന്നെയുള്ളൂ. ഗ്രിഗോറിയൻ കലണ്ടർ 12 മാസം തന്നെ. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇത് മുൻപാണോ ശേഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിഗോറിയൻ കലണ്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ ഇപ്പൊ ജനുവരി മാസം 15 ആയെന്ന് വിചാരിക്കുക. ജനുവരി മാസം 15 ആയി. ഓക്കെ. നമ്മുടെ കലണ്ടറിൽ, അതായത് ഗ്രിഗോറിയൻ കലണ്ടറിൽ ജനുവരി മാസം 15 ആയെന്ന് കരുതുക. എങ്കിൽ അതേ ദിവസം ജൂലിയൻ കലണ്ടറിൽ എന്തായിരിക്കും? ജനുവരി മാസം 1 ആയിരിക്കും. മനസ്സിലായോ?
ഒരു 14 ദിവസം കുറവാണ് എന്തില്? ജൂലിയൻ കലണ്ടറിൽ. പക്ഷെ 365 ദിവസം ഉണ്ട്. ഓക്കെ. ഇനി അതുപോലെ നമ്മുടെ ഉദാഹരണത്തിന് ഫെബ്രുവരി 15 നമ്മുടെ കലണ്ടറിൽ ഗ്രിഗോറിയൻ കലണ്ടറിൽ ഫെബ്രുവരി 15 ആയാൽ അവിടുത്തെ ജൂലിയൻ കലണ്ടറിൽ ഫെബ്രുവരി 2 ആയിരിക്കും. പണ്ട്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോ ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയാണ് റഷ്യയിൽ ഉപയോഗിക്കുക. പക്ഷേ ആദ്യം എന്താണ് ഉപയോഗിച്ചിരുന്നത്? ഈ ജൂലിയൻ കലണ്ടർ ആയിരുന്നു. ഈ ജൂലിയൻ കലണ്ടർ എന്നാ മാറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് USSR രൂപീകരിക്കുമ്പോൾ 12 രാജ്യങ്ങൾ അടങ്ങിയ കൂട്ടായ്മയാണ് USSR എന്ന് പറയുക. USSR രൂപീകരിക്കുമ്പോഴാണ് ജൂലിയൻ കലണ്ടറിന് പകരം മറ്റ് ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിക്കുക. ഈ USSR രൂപീകരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ വിപ്ലവം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 2 ഡേറ്റ് പഠിക്കേണ്ടി വരും. ഒന്ന് യഥാർത്ഥ ഡേറ്റ്. ഇപ്പൊ നിലവിൽ ഉപയോഗിക്കുന്ന ഡേറ്റ്. 2 ജൂലിയൻ കലണ്ടർ പ്രകാരം എന്നായിരുന്നു ഡേറ്റ്. അതെന്തായാലും 13 മുതൽ 14 ദിവസത്തിന് പുറകിലായിരിക്കും. ഓക്കെ. യെസ്. അപ്പോ റഷ്യയിലെ പ്രാദേശിക കലണ്ടർ ആയിരുന്നു എന്ത്? ജൂലിയൻ. ആധുനിക റഷ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റർ ദ ഗ്രേറ്റ്. ആധുനിക റഷ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പീറ്റർ ദ ഗ്രേറ്റ് ആണ്. മറക്കില്ലല്ലോ. ഈ പീറ്റർ ദ ഗ്രേറ്റ് ആണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം പണികഴിപ്പിച്ചത്. ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ പേര് റഷ്യ റിപ്പബ്ലിക് ആയതിനു ശേഷമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന പേര് സ്വീകരിക്കുക. സാർ ചക്രവർത്തിമാരുടെ കാലഘട്ടത്ത് അത് പെട്രോഗ്രാഡ് എന്നാണ് അറിയപ്പെടുക. അപ്പൊ PSC ചിലപ്പോൾ ചോദിക്കും, പെട്രോഗ്രാഡ് നഗരം പണികഴിപ്പിച്ചത് ആര്? പീറ്റർ ദ ഗ്രേറ്റ്. അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം പണികഴിപ്പിച്ചത് ആര്? ആരാ? പീറ്റർ ദ ഗ്രേറ്റ്. ഈ പെട്രോഗ്രാഡ് നഗരത്തിന് എന്നാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പേര് കിട്ടുന്നത്? റഷ്യ റിപ്പബ്ലിക് ആയതിനു ശേഷം. റിപ്പബ്ലിക് 1924 കേട്ടോ. നമ്മൾ അത് പഠിക്കും. അപ്പോൾ റഷ്യ എന്നാണോ റിപ്പബ്ലിക് ആവുന്നത് അതിനുശേഷമാണ് പെട്രോഗ്രാഡ് എന്ന നഗരം എന്തായിട്ട് മാറുക? സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരമായിട്ട് മാറുക. ഓക്കെ. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് അല്ലെങ്കിൽ പെട്രോഗ്രാഡ് നഗരം സ്ഥാപിച്ചത് ആരാണ്? പീറ്റർ ദ ഗ്രേറ്റ് ആണ്. പക്ഷെ നമ്മൾ റഷ്യൻ വിപ്ലവ കാലഘട്ടത്ത് ഈ നഗരം എന്ത് പേരിൽ അറിയപ്പെടുക? പെട്രോഗ്രാഡ് എന്നാണ്. ആ സമയത്ത് എല്ലാം നമ്മൾ എന്താ ഉപയോഗിക്കത്തുള്ളൂ? പെട്രോഗ്രാഡ് എന്ന വാക്ക് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ. ഈ പീറ്റർ ദ ഗ്രേറ്റിന്റെ വിദേശ നയം എന്ന് പറയുന്നത് വാം വാട്ടർ പോളിസി. വാം വാം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ. മിതമായ രീതിയിൽ അല്ലെ? സമാധാന സമ്പ്രദായമായിരുന്നു എന്ത്? പീറ്റർ ദ ഗ്രേറ്റിന്റെ വാം വാട്ടർ പോളിസി. അയൽ രാജ്യങ്ങളുമായി സൗഹൃദത്തിലാണ്. അവരുമായി സൗഹൃദ ഉടമ്പടികൾ ഒപ്പുവെക്കുക, സമാധാന ഉടമ്പടികൾ ഒപ്പുവെക്കുക. അതിലൂടെ രാജ്യത്തിന് പുരോഗതി കൈവരുത്തുക. അതായിരുന്നു ലക്ഷ്യം. വെറുതെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ചെലവ് വർദ്ധിക്കും അല്ലെ? അപ്പൊ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. അയൽ രാജ്യങ്ങളുമായി സൗഹൃദ നടപടിയിലൂടെ എന്ത് ചെയ്യുക? രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക റഷ്യയുടെ പിതാവെന്ന് വിളിക്കുക. റഷ്യയിലെ സർ ചക്രവർത്തിമാരിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് കാതറിൻ സെക്കൻഡ് ആണ്. കാതറിൻ സെക്കൻഡ്. ഓക്കെ. ആദ്യ വനിതാ ഭരണാധികാരി കാതറിൻ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പൊ കാതറിൻ ഫസ്റ്റ് ഉണ്ടായിരിക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരും അല്ലെ? ഈ പേര് സ്വീകരിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ അപ്പൂപ്പന്റെ പേര് ചിലപ്പോ ചെറുമകൻ സ്വീകരിക്കാം. സാധാരണ ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്ത് വരിക. അപ്പൂപ്പന്റെ പേരാണ് ചെറുമകൻ ഇടുക. ഇന്നും അതിൽ ചെറിയ വലിയ മാറ്റമൊന്നുമില്ല. കേരളത്തിലും അങ്ങനെ പേര് നൽകുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ക്രിസ്തുമത വിശ്വാസത്തിന്റെ ഫോളോവേഴ്സ്, ലത്തീൻ കത്തോലിക്കര്, ചിലര്, എല്ലാവരും ഇല്ല, ചിലരെങ്കിലും അപ്പൂപ്പന്റെ പേര് ആർക്കിടും? മകനിടും. അല്ലെങ്കിൽ അപ്പൂപ്പന്റെ പേര് ഓട്ടോമാറ്റിക്കലി ചെറുമകന് വരും. ആ രീതിയിലൊക്കെ വരാറുണ്ട്. അങ്ങനെ ഈ കുടുംബപരമായി പാരമ്പര്യമായിട്ട് ഇവരിങ്ങനെ സ്വീകരിക്കുക. അല്ലാതെ ഭരണാധികാരി മാത്രമല്ല ഈ ഫസ്റ്റ്, സെക്കൻഡ് എന്ന പേര് സ്വീകരിക്കുന്നത് എന്ന് ദയവായിട്ട് ഓർമ്മിക്കാം. ഓക്കെ. ഭരണാധികാരികളല്ല, രാജകുടുംബാംഗങ്ങൾ പ്രാദേശികമായി അങ്ങനെ സ്വീകരിക്കാറുണ്ട്. നമ്മൾ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം പഠിച്ചു അല്ലെ? ജെയിംസ് ഒന്നാമൻ പഠിച്ചു. ജെയിംസ് ഒന്നാമന്റെ മകന്റെ പേരെന്താ? ചാൾസ് രാജാവ് അല്ലെ? ചാൾസ് ഒന്നാമൻ. ചാൾസ് ഒന്നാമന്റെ മകന്റെ പേരെന്താ? ചാൾസ് രണ്ടാമൻ. ഈ ചാൾസ് രണ്ടാമന്റെ മകന്റെ പേരെന്താ? ജെയിംസ് രണ്ടാമൻ അല്ലെ? അപ്പൊ മുത്തശ്ശന്റെ പേരൊക്കെയാണ് സാധാരണയിൽ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ആ രീതിയിൽ ഭരണാധികാരി ആയിട്ട് മാറിയത് കാതറിൻ ആയതുകൊണ്ട് കാതറിൻ സെക്കൻഡ്. കാതറിൻ ഒന്ന് ഭരണാധികാരിയല്ല, കാതറിൻ ഒന്ന് ഇവരുടെ മുൻഗാമിയായിരുന്നു കേട്ടോ. യെസ്. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? റഷ്യയിലെ പ്രാദേശിക കലണ്ടർ ഏതാ? ജൂലിയൻ. ആധുനിക റഷ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? പീറ്റർ ദ ഗ്രേറ്റ്.
സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം അഥവാ പെട്രോഗ്രാഡ് പണികഴിപ്പിച്ചത് പീറ്റർ ദി ഗ്രേറ്റ് ആണ്. വിദേശ നയം വാം വാട്ടർ പോളിസി അത് സമാധാനപരമായ എന്താണ് അയൽരാജ്യങ്ങളോട് സൗഹാർദ്ദപൂർണ്ണമായ പെരുമാറ്റം എന്നർത്ഥം. ആദ്യ വനിതാ ഭരണാധികാരി കാതറിൻ സെക്കൻഡ്. ഇതാണ് നമ്മുടെ റഷ്യയുടെ രാജകീയ ചരിത്രം എന്ന് പറയുക. ഇനി വിപ്ലവത്തിന്റെ ആദ്യ പടിയിലേക്ക് നമ്മൾ പോവാണ്. ജനങ്ങൾക്ക് സാർ ചക്രവർത്തിമാരുടെ അഴിമതി ഭരണത്തിനെതിരെ, ജനങ്ങളെ ഒരു ക്ഷേമ പ്രവർത്തനത്തിനും സഹായിക്കാത്ത ഭരണാധികാരിക്കെതിരെ നിശ്ചിതമായ വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനം ജനങ്ങൾ പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ച ആദ്യ സംഭവമായിരുന്നു ഈ രക്തരൂഷിതമായ ന്യായം, ബ്ലഡി സൺഡേ. 1905 റഷ്യ യുദ്ധത്തിൽ ജപ്പാനോട് പരാജയപ്പെട്ടു. സാധാരണ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദുർബലമാകും. പരാജയപ്പെട്ട രാജ്യം വിജയിച്ച രാജ്യത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകും. അത് തന്നെ റഷ്യയിൽ സംഭവിച്ചു. 1905 യുദ്ധത്തിൽ ജപ്പാനോട് പരാജയപ്പെട്ടത് ജനങ്ങളുടെ പ്രതിസന്ധി രൂക്ഷമാക്കി. കാരണം ഒന്നാമത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. റഷ്യ യുദ്ധത്തിന് പോയപ്പോൾ തന്നെ റഷ്യ തോറ്റപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചു. ജനങ്ങൾ കഠിന ദാരിദ്ര്യത്തിലാണ്. കൊച്ചുകുട്ടികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും സാഹചര്യമില്ലാത്ത അവസ്ഥ. അങ്ങനെ രാഷ്ട്രീയ അവകാശങ്ങൾക്കും, അതായത് ജനങ്ങളുടെ ഹിതമനുസരിച്ച് ഭരണം നടത്തണം ആ ഒരു കാഴ്ചപ്പാട്, രാഷ്ട്രീയ അവകാശങ്ങൾക്കും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും തൊഴിലാളികൾ എന്ത് ചെയ്തു? ഈ പെട്രോഗ്രാഡില് എന്ത് ചെയ്തു? പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് എന്ന് പറയുന്നത് നമ്മുടെ റഷ്യയുടെ തലസ്ഥാന നഗരമായി കണക്കാക്കുന്ന ഭൂപ്രദേശമാണ്. ആ പെട്രോഗ്രാഡ് നഗരത്തിൽ എന്ത് ചെയ്തു? ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ പ്രകടനം സംഘടിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇതിന് നേതൃത്വം നൽകിയ വൈദികനായിരുന്നു, റഷ്യയിലെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതമാണുള്ളത്. ആ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതത്തിലെ വൈദികനായിരുന്നു ജോൺ ഗാപ്പൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ ഉള്ളത് റഷ്യയിലാണ്. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളുള്ള റഷ്യയിലാണ്. നമുക്കറിയാം യൂറോപ്പിലാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതം പ്രചരിപ്പിക്കപ്പെടുന്നത്, അല്ലെ? 16-ാം നൂറ്റാണ്ടിൽ മതനവീകരണത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ലോകത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. ആ റഷ്യയില് പ്രൊട്ടസ്റ്റന്റ് മതത്തിലെ വൈദികനായ ജോൺ ഗാപ്പനാണ് ഈ ജനങ്ങളെ അല്ലെങ്കിൽ തൊഴിലാളികളെ പെട്രോഗ്രാഡ് നഗരത്തിൽ എന്ത് ചെയ്യുന്നത്? പ്രകടനം നടത്താൻ പ്രേരിപ്പിച്ചത്. മുൻനിരയിൽ തന്നെ ജോൺ ഗാപ്പൻ ഉണ്ടായിരുന്നു. അപ്പോ ജോൺ ഗാപ്പന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് ഇനിയും കൂടുതൽ ജനങ്ങൾ ഇതിലേക്ക് കൂടിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് ആർക്ക് തോന്നി? സാർ ചക്രവർത്തി തോന്നി. നിക്കോളസ് രണ്ടാമനായിരുന്നു ഇപ്പോഴത്തെ ഭരണാധികാരി കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും നിക്കോളസ് രാജാവ് എന്ത് ചെയ്തു? ഈ പ്രതിഷേധത്തെ അതിശക്തമായി അടിച്ചമർത്താൻ തീരുമാനിച്ചു. ഇനി ഇത് കണ്ടിട്ട് വേറെ ജനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പ്രതിഷേധിക്കാൻ വരാൻ പാടില്ല. ഈ ഒരു പ്രതിഷേധത്തോടു എല്ലാം കീഴടങ്ങണം. ഇതോടുകൂടി ജനങ്ങളെ പേടിപ്പിക്കണം. അതായിരുന്നു ലക്ഷ്യം. അങ്ങനെ നമ്മുടെ സൈന്യം എന്ത് ചെയ്തു? 1905 ജനുവരി മാസം 9-ാം തീയതി നടന്ന ഈ പ്രകടനത്തിന് നേരെ പട്ടാളക്കാർ വെടിവെച്ചു. പട്ടാളക്കാരുടെ വെടിവയ്പിൽ 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. അതിലുപരി ആയിരക്കണക്കിന് പേർക്ക് പരിക്കും പറ്റി. 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, ആയിരക്കണക്കിന് പേർക്ക് എന്ത് ചെയ്തു? പരിക്കും പറ്റി. ഈ സംഭവം നടന്നത് ജൂലിയൻ കലണ്ടർ അനുസരിച്ച് 1905 ജനുവരി മാസം 9-ാം തീയതിയാണ്. 1905 ജനുവരി മാസം 9-ാം തീയതി. ഞാൻ നിങ്ങൾ പറഞ്ഞു ജൂലിയൻ കലണ്ടറിനേക്കാൾ 13 അല്ലെങ്കിൽ 14 ദിവസം മുൻപിലായിരിക്കും എന്ത്? യഥാർത്ഥ നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 1905 ജനുവരി 22 ആയിരുന്നു. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ജൂലിയൻ കലണ്ടർ എപ്പോഴാണ് റഷ്യ ഉപയോഗിച്ചിരുന്നത്? റഷ്യ സ്വാതന്ത്ര്യം നേടി അവിടെ റിപ്പബ്ലിക് ഭരണം നിലവിൽ വരുന്നതിന് ശേഷം, USSR രൂപീകരിച്ചതിന് ശേഷം ഗ്രിഗോറിയൻ കലണ്ടറാണ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിച്ച് തുടങ്ങുന്നത് വരെ റഷ്യൻ വിപ്ലവത്തിന്റെ അടിത്തറ എന്നറിയപ്പെടുന്ന രക്തരൂഷിതമായ ഞായർ ജനുവരി 9 എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ജനുവരി 9. ഓക്കെ. നിലവിൽ റഷ്യയിൽ ആഘോഷിക്കുന്നത് ജനുവരി 22. നിലവിൽ റഷ്യയിൽ ആഘോഷിക്കുന്നത് എന്താണ്? ജനുവരി 22 ആണ്. കാരണം നിലവിൽ ഗ്രിഗോറിയൻ കലണ്ടറാണ് റഷ്യയിൽ ഉപയോഗിക്കുക. ജൂലിയൻ കലണ്ടർ ഉപയോഗിച്ചപ്പോൾ ജനുവരി 9 ആയിട്ട് കണക്കാക്കിയിരുന്നു രക്തരൂഷിത ഞായർ. നിലവിൽ ജനുവരി 22. ഓക്കെ. ഇനി SCERT പുസ്തകത്തിൽ റഷ്യൻ വിപ്ലവത്തെ കുറിച്ചാണ് ചോദിക്കുക. PSC പരീക്ഷയിൽ റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ റഷ്യൻ വിപ്ലവം നടന്ന സമയത്ത് ജൂലിയൻ കലണ്ടർ ആണല്ലോ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ
രക്തരൂഷിതമായ ഞായർ ഏതെന്ന് ചോദിച്ചിട്ട് PSC ആൻസർ ആയിട്ട് തരുന്നത് എപ്പോഴും ഇതായിരിക്കും. എപ്പോഴും ഇതായിരിക്കും. എപ്പോഴും ഇതായിരിക്കും. അതുകൊണ്ട് ആ ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു. കാരണം ആ വിപ്ലവ കാലഘട്ടത്തെ കാര്യങ്ങളല്ലേ ചോദിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നിലവിൽ റഷ്യയിൽ ആഘോഷിക്കുന്ന ജനുവരി 22-ന് അതിൽ സംശയമില്ല. അതുകൊണ്ട് നിങ്ങള് നിലവിൽ ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഈ സെപ്റ്റംബർ കൂട്ടക്കൊല അറിയപ്പെടുന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. എവിടെയാ? സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രാൻസിലാണ്. ജനുവരി കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് എവിടെയാ? റഷ്യയിലാണ്. അപ്പൊ ജനുവരി കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ബ്ലഡി സൺഡേ, രക്തരൂഷിതമായ ഞായർ ഏത് ദിവസമായിരുന്നു? PSC ചോദിച്ച അതിന്റെ ഉത്തരം ജനുവരി 9. എന്നാൽ നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കാണിക്കും? ജനുവരി 22 കാണിക്കും. ആ ജനുവരി 22 എന്ന് പറയുന്നത് നിലവിൽ ആഘോഷിക്കുന്നതാണ് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ക്ലിയർ? റഷ്യൻ വിപ്ലവം പഠിക്കുമ്പോൾ ഈ ഒരു രണ്ട് കലണ്ടർ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുക. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് കലണ്ടറിന്റെ പേര് ജൂലിയൻ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും. റഷ്യയുടെ പ്രാദേശിക കലണ്ടർ ആയിരുന്നു ജൂലിയൻ കലണ്ടർ. ജൂലിയൻ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിൽ ഒരു 13 അല്ലെങ്കിൽ 14 ദിവസത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സെറ്റാണ്. ക്ലിയർ? പട്ടാളക്കാരുടെ വെടിവയ്പിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏത് നഗരത്തിൽ വെച്ചാ? പെട്രോഗ്രാഡ്. ഈ പെട്രോഗ്രാഡ് നഗരത്തിന് പിന്നീട് എന്ത് പേരിൽ അറിയപ്പെട്ടെ? ഈ പെട്രോഗ്രാഡ് നഗരം പിന്നീട് എന്ത് പേരിൽ അറിയപ്പെടുക? സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം അല്ലെ? ഈ പെട്രോഗ്രാഡ് അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് ആരെ പണിയെടുപ്പിക്കുന്നേ? പീറ്റർ ദി ഗ്രേറ്റ്. ശരിയല്ലേ? അപ്പൊ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ആകെ 2 സ്ലൈഡ്. രക്തരൂഷിതമായ ഞായർ, ബ്ലഡി സൺഡേ. 1905-ൽ യുദ്ധത്തിൽ ജപ്പാനോട് പരാജയപ്പെട്ടത് ജനങ്ങളുടെ പ്രതിസന്ധി രൂക്ഷമാക്കി. അതുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. രാഷ്ട്രീയാവകാശങ്ങൾക്കും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും വേണ്ടി തൊഴിലാളികൾ പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തി. ഈ പ്രകടനത്തിന് ആഹ്വാനം ചെയ്ത നേതൃത്വം നൽകിയ വൈദികനായിരുന്നു, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗത്തിലെ വൈദികനായിരുന്നു ആര്? ജോൺ ഗാപ്പൻ. ഓക്കെ. ജൂലിയൻ കലണ്ടർ അനുസരിച്ച് 1905 ജനുവരി 9-ാം തീയതിയായിരുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 1905 ജനുവരി 22-ന്. പട്ടാളക്കാരുടെ വെടിവയ്പിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ഈ രക്തരൂഷിതമായ ഞായറിനെയായിരുന്നു. തുടർന്ന് തൊഴിലാളികൾ തങ്ങൾക്ക് വീറും വാശിയുമായി. നമ്മുടെ നിക്കോളാസ് ചക്രവർത്തി എന്താ വിചാരിച്ചേ? കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ പ്രത്യക്ഷ സമരത്തിന് വരില്ല. പക്ഷെ എന്ത് ചെയ്തു? തൊഴിലാളികള് ഈ രക്തരൂഷിതമായ ഞായറിന് ശേഷം തങ്ങളുടെ സംഘടന ശക്തിപ്പെടുത്തണമെന്ന കാഴ്ചപ്പാടിലേക്ക് വന്നു. അങ്ങനെ തൊഴിലാളികൾ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഈ തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുക. തൊഴിലാളികൾ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റഷ്യയിൽ രൂപീകരിച്ച പ്രാദേശിക കൂട്ടായ്മകളാണ് എന്ത് പേരിൽ അറിയപ്പെടുക? സോവിയറ്റുകൾ. ഈ സോവിയറ്റുകളുടെ നേതൃത്വത്തില് എന്ത് ചെയ്തു? രാജാവിന് നിവേദനം നൽകുന്നു. ആദ്യം നിവേദനം നൽകി. എന്നിട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം? നിയമനിർമ്മാണ സഭ രൂപീകരിക്കണം. അല്ലാതെ രാജാവ് പറയുന്നതല്ല നിയമം. മറ്റ് ലോകരാജ്യങ്ങളിലുള്ളതുപോലെ. കാരണം റഷ്യ എന്ന് പറയുന്നത് പ്രധാനമായും യൂറോപ്പിലാണ്, യൂറോപ്പ് ഉപഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുക. ഫ്രാൻസിലെ നിയമനിർമ്മാണമായി അല്ലെ? അപ്പോ ഈ ഫ്രാൻസ് ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങളില് നിയമനിർമ്മാണം, നിയമപരിഷ്കാരമൊക്കെ വരികയാണ് അല്ലെ? ഫ്രാൻസ് തുമ്മിയാൽ നമ്മുടെ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നാണ് മെറ്റനിക്ക് പറഞ്ഞത് അല്ലെ? നമ്മൾ പഠിച്ചു. അതുപോലെ ഫ്രാൻസിൽ വിപ്ലവം ഉണ്ടായതിനു ശേഷം ഒട്ടനവധി മാറ്റങ്ങൾ യൂറോപ്പിൽ സംഭവിച്ചു. ഒരുപാട് രാജ്യങ്ങളിൽ അധികാര കൈമാറ്റം ഉണ്ടായി. അവിടെ നിയമനിർമ്മാണം ആരംഭിച്ചു. പക്ഷെ റഷ്യയില് വൈകിപ്പോയി. അപ്പൊ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ സോവിയറ്റുകളുടെ അതിശക്തമായ ഭീഷണിക്കൊടുവില് നിയമനിർമ്മാണ സഭ എന്ന് രൂപീകരിച്ചു 1905. അപ്പോഴും സാർ ചക്രവർത്തി തന്റെ ഏകാധിപത്യം തുടർന്നു. സാർ ചക്രവർത്തി യഥാർത്ഥത്തിൽ ഏകാധിപതി ആണെങ്കിലും അദ്ദേഹം വെറും എന്താണ്? ഡമ്മിയായിരുന്നു. അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് അധികാരം കൈയാളിയിരുന്നത് റാസ്പുട്ടിൻ എന്ന സന്യാസിയായിരുന്നു. റാസ്പുട്ടിൻ എന്ന സന്യാസിയും പിന്നെ നിക്കോളസിന്റെ വൈഫും, ഈ രണ്ടുപേരുമാണ് അധികാരം കൈയാളിയിരുന്നത്. നിക്കോളസ് കേവലം ഒരു എന്താണ്? പിടിവലി മാത്രമാണെന്ന് പറയാം അല്ലെ? യെസ്. അപ്പോ ഒന്നുകൂടെ നമുക്ക് നോക്കാം. തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിൽ ഒട്ടാകെ രൂപീകരിക്കപ്പെട്ടു. ഈ തൊഴിലാളികളുടെ അവകാശ പ്രഖ്യാപനത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനകളാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുക. സോവിയറ്റുകളുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് ഡ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ഡ്യൂമ. അപ്പൊ നിയമനിർമ്മാണ സഭ അഥവാ റഷ്യയുടെ പാർലമെന്റ് വിപ്ലവ കാലഘട്ടത്ത് അല്ലെങ്കിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിലുള്ള റഷ്യയുടെ നിയമനിർമ്മാണ സഭ അഥവാ റഷ്യയുടെ പാർലമെന്റ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുക?
ഡ്യൂമ എന്ന പേരിൽ അറിയപ്പെടുക. ഡ്യൂമ രൂപീകരിച്ചതെന്നാണ് 1905. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടുകൂടി ഡ്യൂമിനയുടെ എതിർപ്പിനെ, അതായത് പാർലമെന്റായ നിയമനിർമ്മാണ സഭയായ ഡ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അപ്പോഴത്തെ സർ ചക്രവർത്തിയായ സർ നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാ ഡ്യൂമ എതിർപ്പ് പ്രകടിപ്പിച്ചേ? കാരണം യുദ്ധത്തിൽ പങ്കെടുത്താൽ രാജ്യം സ്വാഭാവികമായിട്ട് നഷ്ടം നേരിടും, സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. യൂറോപ്പിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭൂപ്രദേശങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സുരക്ഷ ഒരുക്കേണ്ടി വരും. മറ്റു രാജ്യങ്ങൾക്ക് സാമ്പത്തിക അരക്ഷിതാവസ്ഥ നേരിടുന്ന റഷ്യയെ പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയും. ഇതൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ സർ നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. നിക്കോളസ് രണ്ടാമന് സ്വന്തം അഭിപ്രായമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിക്കോളസ് രണ്ടാമനെ നിയന്ത്രിച്ചിരുന്ന ആരാ? സന്യാസിയായ റാസ്പുട്ടിനാണ്. അതുകൊണ്ട് ജനങ്ങള് റാസ്പുട്ടിൻ അനിയന്ത്രിതമായി നിക്കോളസ് രണ്ടാമന്റെ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇടപെട്ടതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ തെമ്മാടിയായ സന്യാസി എന്നാണ് വിളിക്കുക. റാസ്പുട്ടിനെ സംബന്ധിച്ചിട്ട് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. കുറെ വിഭാഗം ജനങ്ങൾ പറയുന്ന അദ്ദേഹം പുണ്യവാനെന്നാണ്, ഒരു വിഭാഗം പറയുന്നത് അദ്ദേഹം തെമ്മാടി എന്നാണ്. കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. കാരണം ഈ റാസ്പുട്ടിന് സ്പിരിച്വൽ പവർ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം മറ്റു വ്യക്തികളെ നിയന്ത്രിച്ചിരുന്നു എന്നുമാണ് കണക്കാക്കുക. നമ്മൾ ഒരുപാട് കഥകളില് ഐതിഹ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള അറിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു റാസ്പുട്ടിൻ എന്ന് കണക്കാക്കുന്നു. ഒടുവില് നിക്കോളസ് രണ്ടാമൻ തന്നെ ഒടുവില് റാസ്പുട്ടിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. വെടിവെക്കുന്നു, മരിക്കുന്നില്ല. വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു, എന്നിട്ട് മരിക്കുന്നില്ല. ഒടുവിൽ വിഷവും കൊടുത്തു, വെടിയുതിർത്തു, തീ കത്തിച്ച് കൊന്നു എന്നാണ് പറയുക. ഒരേ സമയം വിഷം കൊടുത്തു, വെടിയുതിർത്തു, അതോടൊപ്പം അദ്ദേഹത്തെ തീ കൊളുത്തി കൊന്നു കളഞ്ഞു എന്നാണ് കണക്കാക്കുക. എനിവേ, അപ്പോ റാസ്പുട്ടിനാണ് ആരെ നിയന്ത്രിച്ചിരുന്നത്? നിക്കോളസ് രണ്ടാമനെ നിയന്ത്രിച്ചിരുന്നത്. റാസ്പുട്ടിനെ എന്തെന്നാ വിളിക്കുക? തെമ്മാടിയായ സന്യാസി. ഈ റാസ്പുട്ടിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുത്തത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അഥവാ സൈനികർ കൊല്ലപ്പെട്ടത് ഏത് രാജ്യത്തായിരുന്നു? റഷ്യയുടേതായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൈനികർക്കും ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചത് റഷ്യയിലായിരുന്നു. മറ്റ് പരാജയപ്പെട്ട രാജ്യങ്ങളിലൊന്നുമല്ല. കാരണം അത്രയും വലിയ രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ റഷ്യയിലായിരുന്നു. അങ്ങനെ ആൾനാശം കൂടിയപ്പോൾ എന്ത് ചെയ്തു? യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. 1917 വിപ്ലവത്തെ തുടർന്ന് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഇനി ആ 1917 വിപ്ലവത്തിലേക്കാണ് നമ്മൾ ഇനി പോവുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? തൊഴിലാളികളുടെ സംഘങ്ങൾ സോവിയറ്റുകൾ രൂപീകരിച്ചു. സോവിയറ്റുകളുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് സാർ ചക്രവർത്തിയുടെ കീഴില് ഒരു നിയമനിർമ്മാണ സഭ അഥവാ പാർലമെന്റായ ഡ്യൂമ രൂപീകരിച്ചു 1905. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഡ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സർ നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുത്തു. സർ നിക്കോളസ് രണ്ടാമനെ നിയന്ത്രിച്ചിരുന്ന സന്യാസിയായിരുന്നു റാസ്പുട്ടിൻ. റാസ്പുട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? തെമ്മാടിയായ സന്യാസി. എങ്കിലും റാസ്പുട്ടിനെ ആരാധിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മനസ്സിലുണ്ടാവുക. 1917 വിപ്ലവത്തെ തുടർന്ന് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. ലോകത്ത് വിജയം വരിച്ച ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവമായിരുന്നു എന്ത്? റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ടോൾസ്റ്റോയിയാണ്. അപ്പൊ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? ടോൾസ്റ്റോയി. ടോൾസ്റ്റോയുടെ പ്രശസ്തമായ കൃതികളാണ് യുദ്ധവും സമാധാനവും, അന്ന കരീന, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ. യുദ്ധവും സമാധാനവും, അന്ന കരീന, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാ? റൂസോ. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാ? ടോൾസ്റ്റോയി. ടോൾസ്റ്റോയുടെ കൃതികൾ PS സ്ഥിരം ചോദിക്കുന്നതാണ്, മറക്കുന്നേക്കല്ലേ. യുദ്ധവും സമാധാനവും, അന്ന കരീന, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്, അപ്രൈസിംഗ്. ഓക്കെ, അപ്പൊ ലോകത്ത് വിജയം വരിച്ച ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് എന്ത്? റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ടോൾസ്റ്റോയിയാണ്. ടോൾസ്റ്റോയുടെ കൃതികളാണ് റഷ്യൻ ജനതകൾക്കിടയിൽ ആവേശം പകർന്നത്. ആ കൃതികളായിരുന്നു യുദ്ധവും സമാധാനവും, അന്ന കരീന, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടിയാണ് ടോൾസ്റ്റോയി എന്ന് വിശേഷിപ്പിച്ചത് പ്രധാന നേതാവായ ലെനിൻ ആയിരുന്നു. ഓക്കെ, വ്ളാഡിമിർ ലെനിൻ.
അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ടോൾസ്റ്റോയ് അറിയപ്പെടുന്നു. അങ്ങനെ ടോൾസ്റ്റോയ് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ലെനിനാണ്. റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനം നൽകിയ മറ്റു ചിന്തകരെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ദസ്തോയസ്കി, ആന്റൺ ചെക്കോവ്, മാക്സിം ഗോർക്കി. ഈ മാക്സിം ഗോർക്കിയുടെ പ്രശസ്തമായ കൃതിയാണ് അമ്മ. അത് പി എസ് സി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനം നൽകിയ ടോൾസ്റ്റോയെ കൂടാതെയുള്ള മറ്റ് ചിന്തകരാരൊക്കെ? ദസ്തോവ്സ്കി, ആന്റൺ ചെക്കോവ്, ദെൻ മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയുടെ പ്രശസ്തമായ കൃതിയാണ് എന്ത്? അമ്മ എന്ന പേരിൽ അറിയപ്പെടുക. മാക്സിം ഗോർക്കി. മാക്സിമം എന്ന് എഴുതും, പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ മാക്സിം ഗോർക്കി എന്നാണ് വായിക്കുക കേട്ടോ. എം അവിടെ സൈലന്റ് ആണ്. മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയുടെ കൃതിയാണ് എന്താ? അമ്മ എന്ന് പറയുക. മറക്കില്ലല്ലോ. അപ്പോ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ടോൾസ്റ്റോയ് ആണ്. ടോൾസ്റ്റോയുടെ പ്രശസ്തമായ കൃതികൾ യുദ്ധവും സമാധാനവും, അന്ന കരണ്ടിന ഉയർത്തെഴുന്നേൽപ്പം. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ടോൾസ്റ്റോയെ വിശേഷിപ്പിച്ചത് ലെനിനാണ്. റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനം നൽകിയ മറ്റ് ചിന്തകരാണ് ദസ്തോവ്സ്കി, ആന്റൺ ചെക്കോവ്, മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയുടെ കൃതിയാണ് അമ്മ. നമ്മള് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം പഠിച്ചു അല്ലെ? ഏകദേശം അതിനോട് സാമ്യമുള്ള ഒരു പരിപാടിയാണ് റഷ്യയിൽ. രാജാവുണ്ട്. രാജാവിന്റെ കീഴില് ഒരു പാർലമെന്റ് ഉണ്ട്. ആ പാർലമെന്റ് പറയുന്ന കാര്യങ്ങൾ രാജാവ് കേൾക്കുന്നില്ല. ശരിയല്ലേ? അല്ലടാ, രാജാവ് പറയുന്ന കാര്യങ്ങൾ പാർലമെന്റ് കേൾക്കുന്നില്ല. അങ്ങനെ പാർലമെന്റ് രാജാവിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. ശരിയാണ്. അങ്ങനെ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും രാജാവിനെ മാറ്റിയതിനു ശേഷം രാജാവിന്റെ അനന്തരാവകാശിയെ അധികാരിയെ നിയമിക്കുന്നു. ഇതാണ് റഷ്യയിൽ നടക്കുക. ഇതേ പാറ്റേൺ ആണ് നടക്കുക. ഇനി ഇംഗ്ലണ്ടില് ഇംഗ്ലണ്ടിലെ പാർലമെന്റിന്റെ വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ കാരണമായത് എന്തായിരുന്നു? ഇംഗ്ലണ്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ വന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ റഷ്യയിലും ഡ്യൂമ എന്ന പാർലമെന്റ് ഉണ്ട്. ഡ്യൂമ എന്ന പാർലമെന്റ് പറയുന്നത് സാർ ചക്രവർത്തി കേൾക്കുന്നില്ല. അങ്ങനെ നമ്മുടെ റഷ്യയിൽ എന്താരംഭിക്കുന്നു? സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെടുകയാണ്. രണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നമുക്ക് പരിശോധിക്കാം. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമായിരുന്നു. ആ മാർക്സിസ്റ്റ് ആശയങ്ങളാണ് റഷ്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുവാൻ പ്രധാന കാരണമായി മാറിയത്. അപ്പോൾ മാർക്സിസം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടത് 1898 ഓക്കെ. അപ്പോ മാർക്സിസം എന്ന ആശയം ലോകത്ത് ആദ്യമേ ആരംഭിച്ചാരാ? കാർൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്ത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഏത് വർഷം? 1898. ക്ലിയർ. 1903 കാലഘട്ടത്തിൽ ഈ സംഘടന രണ്ടായി വേർതിരിഞ്ഞു. ഓക്കെ. 1903 എന്ത് ചെയ്തു? രണ്ടായി വേർതിരിഞ്ഞു. ഏത് സംഘടന വേർതിരിയ? യെസ്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി വേർതിരിഞ്ഞു. സോഷ്യൽ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ സമൂഹത്തില് ജനാധിപത്യ സംവിധാനം ആഗ്രഹിക്കുന്ന തൊഴിലാളികളുടെ കൂട്ടായ്മ എന്ന് പറയും. ശരിയല്ലേ? അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചത് 1898. 1903 ആയപ്പോ രണ്ടായി വേർതിരിഞ്ഞു. കാരണം ആ സംഘടനയില് രാജാവിന്റെ കീഴിലുള്ള പ്രഭുക്കന്മാരുടെ കുറെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. സാധാരണക്കാരായ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അപ്പോ രണ്ട് കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒന്ന് സോഷ്യൽ റവല്യൂഷണറി പാർട്ടി. അതേ പ്രഭുക്കന്മാരൊക്കെ അടങ്ങിയവരാണ് എന്ത് രൂപീകരിച്ചേ? സോഷ്യൽ റവല്യൂഷണറി പാർട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രഭുക്കന്മാരാണ് ഉള്ളതെന്ന കാര്യം മനസ്സിലുണ്ടാവണം. പ്രഭുക്കന്മാരാണോ സാധാരണക്കാരായ ജനങ്ങളാണോ എണ്ണത്തിൽ കുറവ്? പ്രഭുക്കന്മാരായിരിക്കും. അതുകൊണ്ട് സോഷ്യൽ റവല്യൂഷണറി പാർട്ടിയിലെ അംഗസംഖ്യ പ്രഭുക്കന്മാർ മാത്രമായിരുന്നത് കൊണ്ട് അതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? മെൻഷെവിക്. മെൻഷെവിക് എന്ന വാക്കിന്റെ അർത്ഥം ന്യൂനപക്ഷം എന്നാണ്. മെൻഷെവിക് പാർട്ടി എന്ന് വിളിച്ചു. ഓക്കെ. അപ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി 1898 ആരംഭിച്ചു. ഇത് 1903 രണ്ടായി വേർതിരിഞ്ഞു. ഒന്ന് സോഷ്യൽ റവല്യൂഷണറി പാർട്ടി, അതായത് ന്യൂനപക്ഷം, വളരെ കുറച്ചു പേരടങ്ങിയ ന്യൂനപക്ഷം, മെൻഷെവിക് എന്നറിയപ്പെട്ടു.
മെൻഷെവിക് വിഭാഗത്തിന് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി. അലക്സാണ്ടർ കെറൻസ്കി. സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി അല്ലെ? അപ്പോ തൊഴിലാളികൾ, സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് എന്താ? സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. ഭൂരിപക്ഷം ആരായിരുന്നില്ലേ? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിലെ ഭൂരിപക്ഷം തൊഴിലാളികൾ, ലേബേഴ്സ് അല്ലേ? യെസ്. ആ ലേബേഴ്സ് തുടക്കം കുറിച്ചുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ഭൂരിപക്ഷം അംഗങ്ങൾ എന്ന അർത്ഥത്തിൽ അവർ എന്ത് പേരിൽ അറിയപ്പെട്ടു? ബോൾഷെവിക് എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ. അപ്പൊ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ഭൂരിപക്ഷം എന്ന അർത്ഥത്തിൽ ബോൾഷെവിക് എന്നറിയപ്പെട്ടു. അതിന് നേതൃത്വം നൽകിയത് ലെനിനും ലിയോൺ ട്രോട്സ്കിയുമാണ്. ലെനിനും ഉണ്ട്, കൂടാതെ ലിയോൺ ട്രോട്സ്കിയും ഉണ്ട്. അതിൽ പ്രായം കൂടിയ വ്യക്തി ലെനിനാണ്, പ്രായം കുറഞ്ഞ വ്യക്തി ലിയോൺ ട്രോട്സ്കി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാം. ഓക്കെ. അപ്പൊ നേതൃത്വം നൽകിയത് ലെനിനും ലിയോൺ ട്രോട്സ്കിയുമാണ്. അപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ, പ്രഭുക്കന്മാരുടെ നേതൃത്വത്തിൽ സോഷ്യൽ റവല്യൂഷണറി പാർട്ടി ആരംഭിച്ചു. ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് ന്യൂനപക്ഷം എന്ന അർത്ഥത്തിൽ മെൻഷെവിക് എന്നറിയപ്പെട്ടു. അതിന്റെ നേതാവാര അലക്സാണ്ടർ കെറൻസ്കി. സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി, തൊഴിലാളികളുടെ ആവശ്യമാണ് അവിടെ പ്രധാനം. ബോൾഷെവിക് അഥവാ ഭൂരിപക്ഷം എന്നറിയപ്പെട്ടു. നേതൃത്വം നൽകിയത് ലെനിനും ലിയോൺ ട്രോട്സ്കിയുമാണ്. ഇതില് പ്രഭുക്കന്മാരുടെ കീഴിലുള്ള സോഷ്യൽ റവല്യൂഷണറി പാർട്ടിക്ക് സ്വന്തമായി സൈന്യം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ സൈന്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ സംബന്ധിച്ചിട്ട് പ്രഭുക്കന്മാരെ സംബന്ധിച്ചിട്ട് അവർ സവർണർ എന്ന് സ്വയം വിശേഷിപ്പിച്ചവരായിരുന്നു. റഷ്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി മലനിരകളൊക്കെ ഉള്ള പ്രദേശമാണ്, ഗോത്രവർഗ്ഗങ്ങളുള്ളവരാണ്. അപ്പൊ ഗോത്രവർഗ്ഗക്കാരായ സാധാരണ ജനങ്ങൾ ലേബർ പാർട്ടിയായിട്ട് മാറി. സവർണ ജാതിക്കാര് എന്ന അർത്ഥത്തിൽ ഈ പ്രഭുക്കന്മാര് സോഷ്യൽ റവല്യൂഷണറി പാർട്ടിയായിട്ട് മാറി. അതുകൊണ്ട് അവരുടെ സംഘടനയുടെ ആ സംഘടനയുടെ കീഴിൽ പ്രഭുക്കന്മാരുടെ സൈന്യം അറിയപ്പെട്ടത് വൈറ്റ് ടീം എന്നാണ്. ഓക്കെ. വെള്ളപ്പട എന്നാണ് അറിയപ്പെടുക. വെള്ളപ്പട. ഏ ഈ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി തൊഴിലാളികൾ ആരംഭിച്ച സൈന്യം ചുവപ്പ് പട എന്നാണ് അറിയപ്പെടുക. റെഡ് ആർമി, ചുവപ്പ് പട. അല്ലെങ്കിൽ നമുക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. അപ്പൊ സോഷ്യൽ റവല്യൂഷണറി പാർട്ടി പറയുന്നത് രാജഭരണം മാറണം. രാജഭരണം മാറിയിട്ട് അധികാരം വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവരും ആഗ്രഹിക്കുന്നു, പ്രഭുക്കന്മാർക്കും അധികാര സ്ഥാനത്ത് എത്തുവാൻ ഭയങ്കര ആഗ്രഹമില്ലേ? രാജാവിനെ മാറ്റി എങ്ങനെയെങ്കിലും തനിക്ക് അധികാരം നേടണമെന്നതായിരുന്നു ആരുടെ കാഴ്ചപ്പാട്? അലക്സാണ്ടർ കെർൻസ്കിയുടെ. പക്ഷേ ലെനിന്റെയും ലിയോൺ ട്രോട്സ്കിയുടെ കാഴ്ചപ്പാട് എന്താ? തൊഴിലാളികൾക്ക് വേണ്ടി അധികാര കൈമാറ്റം ഉണ്ടാകണം എന്ന കാഴ്ചപ്പാട്. അപ്പൊ രണ്ടും വ്യത്യസ്ത അഭിപ്രായത്തിലുള്ളത് കൊണ്ടാണ് ഇവിടെ രണ്ടായി വേർതിരിയുന്നത്. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. മാർക്സിസം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് ആരൊക്കെയാ? കാർൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുക. ക്ലിയർ ആണേ? ഇനി പറയുന്നു, 1903 കാലഘട്ടത്ത് ഇത് രണ്ടായി വേർതിരിഞ്ഞു. സോഷ്യൽ റവല്യൂഷണറി പാർട്ടി, അതായത് പ്രഭുക്കന്മാര് ചുരുക്കം അംഗങ്ങളാണ്, അതുകൊണ്ട് ന്യൂനപക്ഷം മെൻഷെവിക് എന്ന പേരിൽ അറിയപ്പെട്ടു. മെൻഷെവിക് എന്ന വാക്കിനർത്ഥം ന്യൂനപക്ഷം എന്നാണ് കേട്ടോ. നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെർൻസ്കി. സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി, ബോൾഷെവിക് അതായത് ഭൂരിപക്ഷം, അതിന് നേതൃത്വം നൽകിയത് ലെനിനും ലിയോൺ ട്രോട്സ്കി. സെറ്റാണ്. ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ യഥാർത്ഥ റഷ്യൻ വിപ്ലവത്തിലേക്കും ഫെബ്രുവരി വിപ്ലവത്തിലേക്കും ഒക്ടോബർ വിപ്ലവത്തിലേക്കും പോകുമ്പോൾ പെട്ടെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാണാപ്പാഠം പഠിക്കരുത്. വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊള്ളുന്നു, അവരാണ് വിപ്ലവത്തിലേക്ക് നയിക്കുക. ആ സമയത്ത് രാജാവിനെ മാറ്റി, പക്ഷേ രാജാവിന്റെ അനന്തരാവകാശത്തിനെ തുടർന്ന് അധികാരത്തിൽ നിർത്തുന്ന പ്രഭുക്കന്മാരുടെ ശൈലിയാണ് സ്വീകരിക്കപ്പെട്ടത്. അതിന് വീണ്ടും എന്ത് ചെയ്തു? ഈ ലേബർ പാർട്ടി, തൊഴിലാളി പാർട്ടി ചോദ്യം ചെയ്തു. അങ്ങനെ വീണ്ടും അധികാര കൈമാറ്റം ഉണ്ടാവും. രണ്ട് അധികാര കൈമാറ്റം ഉണ്ടാവുകയാണ് 1917 റഷ്യ എന്ന രാജ്യത്ത്. അത് നമുക്ക് വിശദമായ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അപ്പൊ ഒന്നുകൊണ്ട് നമുക്ക് പൂർണ്ണമായി റിവിഷൻ ചെയ്താലോ? യെസ്. റഷ്യൻ വിപ്ലവം. ആദ്യം റഷ്യയുടെ ചരിത്രത്തിലേക്ക് പോയി. റഷ്യയിലെ ആദിമ നിവാസികളാണ് സ്ലാവ് വംശജർ. റഷ്യയിൽ ഭരണം നടത്തിയ രാജവംശമാണ് റോമനോവ് രാജവംശം. റോമനോവ് രാജവംശത്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് സാർ. റോമനോവ് രാജാക്കന്മാരുടെ കൊട്ടാരം ക്രിമിലിൻ പാലസ് എന്നാണ് അറിയപ്പെടുക. ആദ്യമായി സാർ പദവി സ്വീകരിച്ചത് ഇവാൻ നാലാമനായിരുന്നു. അദ്ദേഹമാണ് സ്ലാവ് വംശജരെ ആദ്യമായി ഏകീകരിക്കാൻ ശ്രമിച്ചത്. ഏകീകരണത്തെ എതിർത്തവരെ നിശ്ചിതമായി കൊന്നൊടുക്കി. അതുകൊണ്ട് അദ്ദേഹത്തെ ഭീകരൻ, ദ ടെറർ എന്നാണ് വിശേഷിപ്പിക്കുക. റഷ്യയിലെ
പ്രാദേശിക കലണ്ടറായിരുന്നു ജൂലിയൻ കലണ്ടർ. ആധുനിക റഷ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പീറ്റർ ദ ഗ്രേറ്റ്. പീറ്റർ ദ ഗ്രേറ്റ് ആണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം അഥവാ അതിന്റെ പഴയ പേര് പെട്രോഗ്രാഡ് നഗരം സ്ഥാപിക്കുക. പീറ്റർ ദ ഗ്രേറ്റ് നടപ്പിലാക്കിയ വിദേശ നയമായിരുന്നു വാം വാട്ടർ പോളിസി. യുദ്ധമൊന്നുമില്ലാതെ അയൽ രാജ്യങ്ങളുമായി സൗഹാർദ്ദമായ ഭരണം നടത്തുക, സമാധാന ഉടമ്പടികൾ ഒപ്പുവെക്കുക, അതിലൂടെ സാമ്പത്തിക ഉന്നതി നേടാം എന്ന കാഴ്ചപ്പാടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ആധുനിക റഷ്യയുടെ പിതാവ് എന്ന് വിളിക്കുക. റഷ്യയിൽ ഭരണം നടത്തിയ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് കാതറിൻ സെക്കൻഡ്. രക്തരൂഷിതമായ ന്യായം അഥവാ ബ്ലഡി സൺഡേ. 1905 യുദ്ധത്തിൽ റഷ്യ ജപ്പാനോട് പരാജയപ്പെട്ടു. യുദ്ധം നടന്നാൽ തന്നെ രാജ്യം സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങും. പരാജയപ്പെട്ടപ്പോൾ ജപ്പാന് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? കൂടുതൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് പോയി. ജനങ്ങൾക്കിടയിൽ ദാരിദ്ര്യവും പട്ടിണിയും മാത്രം. അങ്ങനെ ജനങ്ങൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. രാഷ്ട്രീയ അവകാശങ്ങൾക്കും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരത്തിൽ പ്രകടനം നടത്തി. ഇത് അടിച്ചമർത്തുവാനായിരുന്നു രാജാവിന്റെ തീരുമാനം. ഈ പ്രകടനം നടത്തിയ തൊഴിലാളികൾക്ക് നേതൃത്വം നൽകിയത് പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക വിശ്വാസി മതത്തിൽപ്പെട്ട വൈദികനായ ജോൺ ഗാപ്പനാണ്. ആ ജോൺ ഗാപ്പന്റെ പേര് മറന്നേക്കല്ലേ. ജോൺ ഗാപ്പനാണ് എന്ത് ചെയ്യുന്നത്? 1905 ജനങ്ങളോട് പ്രതിഷേധ മാർച്ചിന് പെട്രോഗ്രാഡ് നഗരത്തിൽ നേതൃത്വം നൽകുക. ജൂലിയൻ കലണ്ടർ പ്രകാരം ഇത് 1905 ജനുവരി 9 അതുകൊണ്ട് രക്തരൂഷിതമായ ഞായർ എന്ന് ചോദിച്ചിട്ട് PSC ഓപ്ഷനിൽ തരുന്നത് 1905 ജനുവരി 1 ഓർമ്മിക്കുക പ്രിയ വിദ്യാർത്ഥികളെ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ലോകമാസങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് അത് 1905 ജനുവരി 22 പട്ടാളക്കാരുടെ വെടിവയ്പിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് ഈ രക്തരൂഷിതമായ ഞായറാണ്. അത് ശരിയുമായിരുന്നു. രക്തരൂഷിത ഞായർ കാരണം ജനങ്ങൾ പിൻവാങ്ങുമെന്ന് സാർ ചക്രവർത്തി വിചാരിച്ചു. പക്ഷെ ജനങ്ങൾ അതിശക്തമായി മുന്നോട്ട് വരികയാണ്. തങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവർ കൂട്ടായ്മകൾ, സംഘടനകൾ രൂപീകരിച്ചു. തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിൽ ഒട്ടാകെ രൂപീകരിക്കപ്പെട്ടു അവകാശ സംരക്ഷണത്തിന് വേണ്ടി. ആ കൂട്ടായ്മകൾ സോവിയറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടും. ഒരു സംഘടനയാണ് സോവിയറ്റ്. പൊതുവായി നമ്മൾ പറയുമ്പോൾ സോവിയറ്റുകൾ. ക്ലിയർ? സോവിയറ്റുകൾ നിരന്തര ആവശ്യത്തെ തുടർന്ന് രാജാവിന്റെ കീഴിൽ ഒരു നിയമനിർമ്മാണ സഭ, ജനങ്ങളുടെ ഹിതമനുസരിച്ച് നിയമനിർമ്മാണം നടത്തുവാൻ ഒരു നിയമനിർമ്മാണ സഭ അഥവാ പാർലമെന്റ് ഡ്യൂമ എന്ന പേരിൽ രൂപീകരിക്കുന്നു. ഡ്യൂമ രൂപീകരിച്ചത് ഏത് വർഷം? 1905. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടുകൂടി ഡ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഡ്യൂമ പറഞ്ഞു, യുദ്ധത്തിന് പോകരുത്, യുദ്ധത്തിന് പോയാൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടാവും, അത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കൈക്കൊള്ളാൻ കഴിയില്ല, ജനങ്ങൾ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകും, വലിയ പ്രശ്നത്തിലേക്ക് പോകും. പക്ഷെ നിക്കോളസ് രണ്ടാമൻ മൈൻഡ് ചെയ്തില്ല, അല്ലെ? നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുത്തു. നിക്കോളസ് രണ്ടാമനെ നിയന്ത്രിച്ചിരുന്ന സന്യാസിയായിരുന്നു റാസ്പുടിൻ. റാസ്പുടിനെ പുകഴ്ത്തുന്നവരുണ്ട്, ഇകഴ്ത്തുന്നവരുണ്ട്. ഓക്കെ. വിശേഷണം തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നു. 1917 വിപ്ലവത്തെ തുടർന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുകയും ചെയ്തു. ഓക്കെ. ലോകത്ത് വിജയം വരിച്ച ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവമായിരുന്നു റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയുടെ പ്രശസ്തമായ കൃതികളാണ് യുദ്ധവും സമാധാനവും, അന്ന കെർണിന, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ടോൾസ്റ്റോയെ വിശേഷിപ്പിച്ചത് ലെനിനായിരുന്നു. റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനം നൽകിയ മറ്റു ചിന്തകരായിരുന്നു ദസ്തോവ്സ്കി, ആന്റൺ ചെക്കോവ്, മാക്സിം ഗോർക്കി എന്നിവർ. മാക്സിം ഗോർക്കിയുടെ പ്രശസ്തമായ കൃതിയാണ് അമ്മ. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് കാർൽ മാക്സും ഫ്രെഡറിക് എംഗൽസും. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടത് 1898 1903 ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി വേർതിരിഞ്ഞു. ഒന്ന് സോഷ്യൽ റവല്യൂഷണറി പാർട്ടി എന്ന്. ആ സോഷ്യൽ റവല്യൂഷണറി പാർട്ടിയിൽ ആരായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു അംഗങ്ങളായിരുന്നത്. വളരെ കുറച്ചുപേരാണ് അംഗസംഖ്യയുള്ളത്, അല്ലെ? അതുകൊണ്ട് ന്യൂനപക്ഷം എന്ന അർത്ഥത്തിൽ മെൻഷെവിക് എന്നറിയപ്പെട്ടു. മെൻഷെവിക്കിന് അഥവാ സോഷ്യൽ റവല്യൂഷണറി പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തൊഴിലാളികളുടെ നേതൃത്വം, അത് ഭൂരിപക്ഷം ജനങ്ങൾ തൊഴിലാളികളായിരിക്കുമല്ലോ, അല്ലെ? ഭൂരിപക്ഷം എന്ന അർത്ഥത്തിൽ ബോൾഷെവിക് എന്നറിയപ്പെട്ടു. അതിന് നേതൃത്വം നൽകിയത് ലെനിനും ലിയോൺ ട്രോട്സ്കി. ഓക്കെ അല്ലെ? ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കാം. ഓക്കെ അല്ലേ?